എന്താ താടിയൊക്കെ എടുത്തിങ്ങനെ ഇരിക്കുന്നേ? ആ അല്ലാതെ പിന്നെ ബാബു എന്താ പറയാനാ, ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നൊരു മലയാളി താഴെ പോകുന്നത് എൻ്റെ പണിക്കാരനാ. ഒന്നും പറയണ്ട, ആകെ ആ കയറി വൈരിക്കും. വാ അല്ല, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ബാബു ഒന്നും പറയേണ്ട ആവശ്യമില്ല. അവൻ്റെ തലയ്ക്കും നടുവിനും ഒക്കെ പ്രശ്നമായി. ഇത് എൻ്റെ കിടപ്പഴ. പിന്നെ അവിടുത്തെ നാട്ടുകാരും സംഘടനക്കാരെല്ലാം കൂടി എന്നെ വളഞ്ഞ് തല്ലാതല്ലെന്ന് പറയുമ്പോൾ ഞാൻ ജീവനും കൊണ്ട് രക്ഷപ്പെടുമായിരുന്നു. എന്നിട്ട് അല്ല, പിന്നെ അവൻ്റെ നില വളരെ ഗുരുതരമാണ്. ഇപ്പോൾ ഐസിയുവിലാണ്. ജനങ്ങളാകെ ഇളകിയിരിക്കും. എൻ്റെ നേരെയാ പിടിച്ചതല്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അല്ല, നിങ്ങൾ തൊഴിലാളി ഇൻഷുറൻസ് എടുത്തിട്ടില്ലേ? ബാബു സാറേ, 10-15 ജോലിക്കാരുണ്ട്. എല്ലാവരും കൂടെ പേരിൽ അങ്ങനെ ഇൻഷുറൻസ് ചെയ്യുന്നു. പക്ഷേ എനിക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ് എടുക്കാമായിരുന്നു. അപ്പോൾ പൈസയും ഇല്ലായിരുന്നു. രാജുഭായി, 1923 എംപ്ലോയ്മെൻറ്റ് ആക്ട് പ്രകാരം എല്ലാ തൊഴിലാളികൾക്കും ഇൻഷുറൻസ് എടുക്കണമെന്ന് നിർബന്ധമുണ്ട്. അത് എടുക്കണമായിരുന്നു. നിങ്ങൾക്ക് സ്ഥിരമായി ജോലിക്കാരുള്ളതല്ലേ? ജോലിക്കാരെന്ന് പറഞ്ഞാൽ എനിക്ക് സ്ഥിരമായിട്ട് അങ്ങനെ ജോലിക്കാരൊന്നും അധികമില്ല. എനിക്ക് ആകെയുള്ള 5 പേരേ ഉള്ളൂ സ്ഥിരമായിട്ട് ജോലിക്കാർ. പിന്നെ ജോലിയുടെ കൂടുതലും കുറവും അനുസരിച്ച് ഞാൻ പുറത്തുനിന്ന് ആൾക്കാരെയൊക്കെ വിളിച്ച് ചെയ്യിക്കുക. എന്നാലും ഇൻഷുറൻസ് എടുക്കേണ്ടതായിരുന്നു. അത് അത്യാവശ്യമായിരുന്നു. വർക്ക് സൈറ്റിൽ വെച്ച് തൊഴിലാളിക്ക് അപകടമോ ആക്സിഡൻറ്റോ ഉണ്ടായാൽ നഷ്ടപരിഹാരം കൊടുക്കേണ്ട ചുമതലയുണ്ട്. എൻ്റെ പൊന്ന് ദൈവമേ, ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടും പ്രയാസപ്പെട്ടും ലോൺ എടുത്ത് വെച്ചൊരു വീടാണ്. ഇത് പോയി കിട്ടുമ്പോൾ ഈശ്വര. രാജേട്ടാ, നിങ്ങൾ വിഷമിക്കണ്ട. ഏത് കാര്യത്തിനും ഒരു പരിഹാരമുണ്ട്. നമ്മുടെ കേരളം ഒട്ടും മോശമല്ല കാര്യത്തിൽ. നമ്മുടെ സാഹചര്യപരമായി സംഘടനകളും അതുപോലുള്ള പ്രവർത്തിക്കുന്നതായ ഗ്രൂപ്പുകളുമുണ്ട്. നമുക്ക് അവരെയൊക്കെ ഒന്ന് അറിയിക്കാം. നിങ്ങളുടെ അവസ്ഥയൊന്ന് മനസ്സിലാക്കാൻ, നിങ്ങളെ വേണ്ടുന്ന വിധത്തിൽ സഹായിക്കാൻ നല്ല ഉറപ്പുള്ളതായ ചെറുപ്പക്കാരുണ്ട്. അവരിറങ്ങും. നല്ല കഴിവുള്ളവരും മനസ്സുള്ളവരുമുണ്ട്. അവരിറങ്ങി നിങ്ങളെ സഹായിക്കും തീർച്ചയായിട്ടും. അതുകൊണ്ട് ധൈര്യമായിരിക്കും കേട്ടോ, വിഷമിക്കരുത്. അങ്ങനെ ആട്ടെ സഹോദരാ.